ജർമ്മനിയിൽ അന്തരിച്ച മലയാളി വൈദികൻ ഫാദർ ബോബി വട്ടമലയെ ഓർത്തെടുക്കുകയാണ് സഹോദരനായ ജോജോ വട്ടമല. ബോബി അച്ഛൻ മരണത്തെ മുൻകൂട്ടി കണ്ടിരുന്നതായും ജോജോ പറയുന്നു. ഞാൻ ബോബി അച്ഛൻ്റെ സഹോദരൻ എൻ്റെ പേര് ജോജോ വട്ടമല. ഞങ്ങൾ തമ്മിൽ 2 വയസ്സിന് വ്യത്യാസമാണുള്ളത്. 1ാം ക്ലാസ് മുതൽ ബോബി അച്ഛനും ഞാനും ഒരേ ക്ലാസ്സിൽ പഠിച്ചു വന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും സെമിനാരിയിലേക്ക് പോവുകയും ചെയ്തു. ബോബി അച്ഛന് ബ്രദർഹുഡിലേക്കും ഞാൻ ഡോൺ ബോസ്കോ കൽക്കട്ടയിലുള്ള ഡോൺ ബോസ്കോ സെമിനാരിയിലേക്കും പോയി. പിന്നീട് ചാച്ചൻ്റെ മരണശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരികയും ബോബി അച്ഛന് തിരിച്ച് ബ്രദർഹുഡിൽ നിന്ന് തിരിച്ച് പിന്നീട് തലശ്ശേരി അതിരൂപതയിൽ ചേരുകയുമാണ് ചെയ്തത്. ബോബി അച്ഛനെ ഓർക്കുമ്പോൾ കാരണം അദ്ദേഹം നന്നായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഞങ്ങളുടെ സഹോദരങ്ങളിലെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവന് 10ാം ക്ലാസ്സിലെ ഡിക്റ്റേഷനോടുകൂടി അവന് മാർക്ക് മേടിച്ച് നല്ല സ്കോർ ചെയ്തു. അധ്യാപകർക്ക് മാത്രമല്ല കൂട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. അതോടൊപ്പം തന്നെ അവനെ സംബന്ധിച്ച് ഒരു ലളിത ജീവിതം നയിക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്നു. സെമിനാരിയിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോഴൊക്കെ കൂട്ടുകാരോട് യാതൊരു പൊങ്ങച്ചവും കാണിക്കാതെ അഹങ്കാരം കാണിക്കാതെ ആ ചെറുപ്പകാലത്തൊട്ടുള്ള സൗഹൃദങ്ങളെ പൂർണ്ണമായും പുലർത്തുവാനായിട്ട് ബോബി അച്ഛനെ പൂർണ്ണമായി ശ്രമിച്ചിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇച്ചിരി ഭക്ഷണത്തിലേക്ക് കുറച്ചൊക്കെ കാര്യമായിട്ട് നോക്കുന്നുള്ളവനാണെങ്കിലും എൻ്റെ സഹോദരനെ വളരെ ലളിതമായ എന്ത് ഭക്ഷണം കൊടുത്താലും കഴിക്കുവാനും യാതൊരു അതിനെപ്പറ്റി കുറ്റം പറയാതെ എന്ത് സ്വീകരിക്കുവാനുള്ള ഒരു നല്ല മനോഭാവം ബോബി അച്ഛനുണ്ടായിരുന്നു. പിന്നീട് കുടുംബത്തോട് ബോബി അച്ഛൻ വളരെയധികം പ്രതിബദ്ധത പുലർത്തിയിരുന്നു. കുടുംബത്തിലുള്ള ഞങ്ങളുടെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലേക്ക് ചെറിയ വീഴ്ചകളൊക്കെ കാണുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ സഹോദരങ്ങളെ കാരണം ബോബി അച്ഛൻ ഞങ്ങളുടെ ഏറ്റവും ഇളയ സഹോദരനാണെങ്കിലും ഞങ്ങളുടെ മുതിർന്നവരെ അവർ തിരുത്തലുകൾക്ക് തരാനായിട്ട് ബോബി അച്ഛന് ശ്രദ്ധിച്ചിരുന്നു ഉള്ളത് ഞാൻ വളരെ ഈ സമയങ്ങൾ ഓർക്കുകയാണ്. ബോബി അച്ഛനെ രോഗിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരിക്കലും അത് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. കാരണം ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും വളരെ ദൈവസന്നിധി നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കുടുംബാംഗങ്ങളെ മാത്രമല്ല എൻ്റെ സഹോദരന് ബിജി അച്ഛനെ എല്ലാ അച്ഛന്മാരുടെ ഗ്രൂപ്പുകളിലേക്കും അതോടൊപ്പം തന്നെ സിസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പുകളിലേക്കും എനിക്കൊന്ന് ലോകം ഒട്ടുക്കെ ഗ്രൂപ്പുകളിലെ ബോബി അച്ഛന് വേണ്ടി ആദ്യ സമയങ്ങളിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. അതിന് കാരണം തന്നെ ആദ്യം ബോബി അച്ഛനെ ട്രീറ്റ്മെൻറ്റ് ചെക്കപ്പ് ചെയ്തപ്പോൾ ബോബി അച്ഛൻ്റെ ശ്വാസകോശ ക്യാൻസർ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുകയും ശരീരത്തിൽ ബാധിക്കുകയും ചെയ്തു. ഇനിയും ട്രീറ്റ്മെൻറ്റ് പോലും നടക്കില്ലെന്ന് ഡോക്ടർ വിധി എഴുതിയപ്പോഴാണ് ഇപ്രകാരം ഞങ്ങൾ പ്രാർത്ഥന കൊണ്ട് മാത്രമേ ബോബി അച്ഛന് തിരിച്ചു വരാൻ സാധിക്കൂ എന്ന് തീരുമാനിക്കുകയും ബോബി അച്ഛൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ബിജി അച്ഛന് അപ്രകാരം ചെയ്യുകയും ചെയ്തത്. ബോബി അച്ഛന് അന്ന് എടുത്ത നിലപാട് ദൈവം എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിച്ചോട്ടെ എന്ന ഒരു ഉറച്ച നിലപാടാണ് അച്ഛനെടുത്തത്. എന്നാൽ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ബോബി അച്ഛന് തിരിച്ചു വരികയും എങ്കിലും പിന്നീട് പിറ്റേ വർഷം അദ്ദേഹം വീട്ടിൽ തിരിച്ചു വരുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അതൊന്നും വീട്ടിലോ മറ്റുള്ളവരുടെയും പ്രകടിപ്പിക്കുകയില്ലായിരുന്നു. തൻ്റെ വേദന മറ്റാരും അറിയരുതെന്ന് അദ്ദേഹം പൂർണ്ണമായും ആഗ്രഹിച്ചിരുന്നു. അത് എൻ്റെ വേദന മറ്റുള്ളവർക്ക് ഒരു വേദനയായിട്ട് പ്രത്യേകിച്ച് അമ്മയ്ക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അതോടൊപ്പം തന്നെ അയൽവക്കക്കാർക്കും അവർ കൂട്ടുകാർക്കൊന്നും ഒരു വേദനയായി മാറരുതെന്ന് ബോബി അച്ഛന് ആഗ്രഹിച്ചിരുന്നു. പിന്നീട് ഇവിടെ ഈ അവധിക്കാലത്ത് ഡിസംബറിൽ അദ്ദേഹം ഇവിടെ വന്നു. ജനുവരി പകുതിയോടുകൂടിയാണ് ഇവിടുന്ന് തിരിച്ചു പോവുക. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മരണത്തെ മുന്നിൽ കണ്ടു എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ കണ്ടിരുന്നത്. കാരണം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ലെങ്കിലും കണ്ടിരുന്നത്. കാരണം അമ്മയ്ക്ക് കണ്ണിൽ തിമിരം ബാധിച്ച് അപ്പോൾ ഞങ്ങൾ കരുവഞ്ചാലുള്ള ആശുപത്രിയിൽ പോയി. ബോബി അച്ഛന് പ്രത്യേകം അമ്മ പോകണ്ടെന്ന് പറഞ്ഞിട്ടും കാരണം ഇനി പ്രായമായി വേണമെന്ന് പറഞ്ഞിട്ടും പ്രത്യേകം താല്പര്യമെടുത്ത് പോയി. ഏറ്റവും നല്ല ലെൻസ് വെച്ച് ഓപ്പറേഷൻ നടത്തുവാനായിട്ട് അച്ഛനെ വലിയ മുൻകൈ എടുത്തു വളർന്നത് ഇവിടെ വളരെ ഓർക്കുകയാണ്. പിന്നെ അദ്ദേഹം ജർമ്മനി ചെന്നതിന് ശേഷം അദ്ദേഹത്തിന് പനി പിടിച്ചു.
പനി പിടിച്ചതിന് ശേഷം പിന്നീട് വിളിക്കുമ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹം തുറന്ന് പറയുമായിരുന്നു. ഓരോ ദിവസങ്ങളിലെ രാവിലെയും പകലും പെയിൻ കില്ലറോട് കൂടിയാണ് അദ്ദേഹം കഠിനമായ വേദനകൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. ശ്വാസകോശത്തിലേക്ക് ക്യാൻസർ ബാധിച്ചെന്ന് പിന്നീടും അത് ആവർത്തിച്ചെന്ന് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഹീമോ ആഴ്ചയിലെ ചൊവ്വാഴ്ചകളിൽ ഒരു ഹീമോ എടുക്കുവാനായിട്ട് ഡോക്ടർ തീരുമാനമെടുക്കുകയും അത് 6 എടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ശ്വാസകോശത്തിലെ വെള്ളം വീണ്ടും കെട്ടുകയും പുള്ളിക്ക് നടക്കാൻ പറ്റാതെ വരികയും കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേനും വളരെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് യാതൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഓപ്പറേഷന് വേണ്ടി തയ്യാറാകുന്നത്. ഓപ്പറേഷൻ ചെയ്ത് അത് സക്സസ് ആകുമെന്ന് വിചാരിച്ചാണ് ചെയ്തതെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി വേറൊന്നായിരുന്നു. ആ സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വെള്ളം മാത്രം കുടിച്ചും ട്രിപ്പ് ഇട്ടുമാണ് അത് ചെയ്തത്. കാരണം ഭക്ഷണം പൂർണ്ണമായും അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. 2 ദിവസങ്ങളിലെ ഡോക്ടർമാർ പറഞ്ഞത് കഠിന വേദന ആയിരിക്കുമെന്ന്. അതൊക്കെ അദ്ദേഹം വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞങ്ങൾ വാട്സപ്പിൽ സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു, മുഖത്ത് വേദന പ്രകടമാവുമെങ്കിലും ചോദിക്കുമ്പോൾ യാതൊരു വേദനയുമില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓർക്കുകയാണ്. കൂടുതൽ ബെറ്ററാകുമെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൂടുതൽ രോഗം വഷളാവുകയും ചെയ്തു. അതായത് വയറിലേക്ക് വെള്ളം കെട്ടുകയും വളരെ അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്തു. പെങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇളയ പെങ്ങൾ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷയ്ക്കായിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛനെ ഇപ്രകാരം പറഞ്ഞിരുന്നു. ജ്യേഷ്ഠൻ അച്ഛനെ അറിയിച്ചിരുന്നു. അപ്പോൾ എന്നെയും വിളിച്ചു. പെങ്ങൾ പറഞ്ഞു, ബോബി അച്ഛൻ പറഞ്ഞു, ഇതാരെ അറിയിക്കണ്ട, അമ്മയോടോ മറ്റുള്ള സഹോദരങ്ങളോടും പറയണ്ട, അവർക്കത് വിഷമമാകുമെന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുകയാണ്. പിന്നീടാണ് അദ്ദേഹത്തെ ജർമ്മനിയിലുള്ള വികാരി അച്ഛനെ അദ്ദേഹത്തെ ഓപ്പറേഷൻ ചെയ്തത്. അദ്ദേഹം താമസിക്കുന്നതിന് 250 കിലോമീറ്റർ അകലെയുള്ള വേറൊരു ആശുപത്രിയിലാണ്. ബോബി അച്ഛൻ്റെ വികാരി അച്ഛൻ, ജർമ്മൻ അച്ഛന് പിന്നെ കുടുംബ ഡോക്ടറും കൂടെ അവിടെ ചെല്ലുകയും അവിടുത്തെ കെയർ അത്ര നല്ലതല്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് അച്ഛനെ വീണ്ടും പഴയ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അവിടെ വന്ന് സ്കാനിങ് ഒക്കെ ചെയ്തു. സ്കാനിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വയറിനുള്ളിൽ വലിയ മുഴയും കിഡ്നിയിലെല്ലാം ക്യാൻസർ ബാധിക്കുന്നതായി കണ്ടെത്തുകയും അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കടന്നു വരികയും ചെയ്തു. ഈ സമയങ്ങളിലൊക്കെ അദ്ദേഹം വാട്സപ്പുകളിൽ വീട്ടിലോട്ട് വിളിക്കുകയും മരിക്കുന്നതിന് ഒരു 8-10 മണിക്കൂർ മുമ്പ് വാട്സപ്പിൽ വിളിച്ച് അമ്മയായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് കടുത്ത വേദന അനുഭവപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിന് സഹിക്കാൻ മേലാത്ത വേദന കടന്നു വന്നപ്പോൾ മോർബിൻ കുത്തിവെച്ച് അവർ മയക്കുകയാണ് ചെയ്തത്. അതും സഹിക്കാതെ വന്നു. അദ്ദേഹം ബോധം തെളിഞ്ഞ് പിന്നെയും വേദന കഠിനമായപ്പോൾ അവർ വീണ്ടും വേറെ മരുന്ന് കുത്തിവെച്ചു. അതിനു മുമ്പ് അവിടെയൊക്കെ ഉണ്ടായിരുന്ന എല്ലാവരോടും, അച്ഛന്മാരോടും സിസ്റ്റേഴ്സ്, ജർമ്മനിയിലുള്ള അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്ത ജനങ്ങളെല്ലാം അദ്ദേഹത്തെ കാണുവാൻ അവിടെ കടന്നു വന്നുകൊണ്ടിരുന്നു. അവരോടെല്ലാം അദ്ദേഹം ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് സഹോദരിയോടെ ഞാൻ എല്ലാവരോടും യാത്ര ചോദിക്കുകയാണ് എന്ന് പറയണമെന്ന് പറഞ്ഞ് ബോബിച്ചന് കണ്ണാടി ഉണ്ടായിരുന്നു. ആ കണ്ണാടി എടുപ്പിച്ച് അദ്ദേഹം പറഞ്ഞ് എന്നെ നേരെ കിടത്ത് എന്ന് പറഞ്ഞ് അദ്ദേഹം ശാന്തമായി ദൈവസന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, തലശ്ശേരി രൂപതയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി, അതോടൊപ്പം ലോകത്തിന് വേണ്ടി എല്ലാം മധ്യസ്ഥം, ദൈവസന്നിധി മധ്യസ്ഥം അപേക്ഷിക്കുവാനായിട്ട് അദ്ദേഹം സ്വർഗത്തിൽ എത്തി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. 3 മണിയായപ്പോഴാണ് ജ്യേഷ്ഠൻ, അതായത് ബിജി അച്ഛനെ വിളിച്ച് എന്നെ ഈ കാര്യം അറിയിക്കുക. ഉടൻ തന്നെ അമ്മേൻ്റെ തൊട്ട് മുറിയിലാണ് കിടക്കുന്നത്. അമ്മയോട് പറയാൻ പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത്, ഞാൻ ഒരു മാലാഖ ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് ഞാൻ കണ്ടു. ഞങ്ങളെല്ലാം ഈ സമയങ്ങളിലൊക്കെ അതിൻ്റെ ഒരു 2 ദിവസം മുമ്പ് അച്ഛനെ കൂടുതലായപ്പോൾ ഞങ്ങൾ വാട്സപ്പിൽ ഞാനും എൻ്റെ പെങ്ങളും കൂടെ അച്ഛൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അച്ഛന് കിടന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ ബുദ്ധിമുട്ടാണെങ്കിൽ
പിന്നെ ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. എന്നാലേ ഇരിക്കാൻ നോക്കിയും വീണ്ടും അദ്ദേഹം കിടക്കുകയും ചെയ്ത്. ഞങ്ങൾ ഭജന എല്ലാ ദിവസവും ഭജന എടുക്കുമായിരുന്നു. സൗഖ്യത്തിൻ്റേതായ ഒരു ഭജനം ആണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവം ആഗ്രഹിച്ചിരുന്ന സൗഖ്യം സ്വർഗത്തിലേക്ക് നിത്യജീവനിലേക്ക് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുത്തുവാനായിട്ട് നമുക്കെല്ലാം വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനായിട്ട് ഉള്ള ഒരു വിളിയാണെന്ന് അച്ഛൻ്റെ മരണശേഷമാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. എല്ലാ ദിവസവും ദിവ്യബലി പങ്കെടുക്കുകയും ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് വളരെ വേദനയുണ്ട് അച്ഛൻ മരിച്ചതിൽ. എന്നാലും ഞങ്ങൾ 100% ഞങ്ങൾ വിശ്വസിക്കുന്നു അച്ഛനെ ദൈവം ഈ ലോകത്തിൽ നന്നായിട്ട് ഒരുക്കി അഗ്നിയിൽ ശോധന ചെയ്ത് ഒരു തങ്കം പോണക്കാക്കി എല്ലാ പാപക്കറകളും കഴുകി സ്വർഗത്തിലേക്ക് അച്ഛനെ ദൈവം സ്വീകരിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അച്ഛൻ മരണത്തെ മുന്നേ കണ്ടിരുന്നു. അതായത് അച്ഛൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളുടെ 10ാം ക്ലാസ്സിലെ ഞങ്ങളുടെ വാച്ചുണ്ട്. അപ്പോൾ അച്ഛന് അത് വരുമ്പോഴേക്ക് അച്ഛന് അവരിവിടെ വരും. എന്നിട്ട് ഈ പ്രാവശ്യം വന്നപ്പോൾ അവർ കുറച്ചൊരു 8-10 പേര് നെല്ലിപ്പാറയിലെ ജോസഫ് കല്ലിടക്കൽ, അദ്ദേഹമാണ് ഞങ്ങളുടെ 10ാം ക്ലാസ് വാച്ചിൻ്റെ പ്രസിഡൻറ്റ്. അവരൊന്നിച്ചുകൂടി ജോസഫ് കല്ലിടക്കൻ്റെ വീട്ടിലെ അവരൊരു ഒന്നിച്ചുകൂടി അല്പം ഭക്ഷണം കഴിക്കുകയും അവരുടെ സ്നേഹം പങ്കിടുകയൊക്കെ ചെയ്തിരുന്നു. രോഗം അതിൻ്റെ വഴിക്ക് പോകും, ദൈവത്തിൻ്റെ ഇഷ്ടമാണൊക്കെ സംഭവിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ജർമ്മൻകാരൻ കൊണ്ട് അദ്ദേഹം ഒരു 15 ദിവസം ഇന്ത്യയിലും കൊച്ചിയിലൊക്കെ വിസിറ്റ് നടത്തിയുണ്ടായി. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരുമ്പോൾ കാല് മുഴുവൻ വളരെ നീരായിരുന്നു. അദ്ദേഹത്തിന് ഒരു ധ്യാനം കൂടണമെന്ന് ഉണ്ടായിരുന്നു. ആ ധ്യാനം കൂടാനായിട്ട് ടൈം കുറവായതുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ മേരിഗിരിയിലെ എരുവാട്ടിയിലുള്ള സിസ്റ്ററിൻ്റെ അവിടെ പോയി, മയിലാടുള്ള സിസ്റ്ററിൻ്റെ അവിടെ പോയി അദ്ദേഹം രാവിലെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവിടെ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. തുടർന്ന് ഡിസംബറിലെ ഉണ്ണീശ്വര പള്ളിയിൽ അദ്ദേഹം എല്ലാ ദിവസവും അദ്ദേഹം കുർബാന ചെല്ലാൻ പോകുമായിരുന്നു. ഞാൻ ആ കുർബാനയിലൊക്കെ പങ്കെടുത്തു. ഞാൻ അച്ഛനോടൊപ്പം കുർബാന പങ്കെടുത്തിരുന്നു. വളരെ ഭക്തിയോടുകൂടി ത്യാഗത്തോടുകൂടി ദൈവത്തെ മുഖം കൊണ്ട് കുർബാന ചെല്ലുന്നതായിട്ടൊക്കെ ഞാൻ കാര്യപ്പെട്ടിരുന്നു. കരുണയുള്ള കർത്താവേ, കരുണ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ